ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം പഞ്ചമോധ്യായത്തിലെ 5-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം മുതൽ അർത്ഥം വ്യാഖ്യാനിച്ച് അർത്ഥം പറയുന്നു. ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിർ യോർധാൻ സമീഹേത നികാമകാമക അന്യോന്യവൈരസുഖലേശഹേതോഹോ അനന്തദുഃഖം ച ന വേദമൂഢഃ. അക്ഷരങ്ങളൊന്നും പിരിച്ച് പറയാനുള്ള വാക്കുകളൊന്നുമില്ല ഇതിനകത്ത്. അതുമാത്രം അന്യോന്യ, മൂന്നാമത്തെ ലൈൻ, അന്യോന്യ വൈര സുഖലേശ ഹേതോഹോ അല്ലെ ഹേതോർ അനന്ത ദുഃഖം, അരാ വെട്ടിയിട്ട് അനന്ത ദുഃഖം നാക്കണം. അത് മാത്രമേ ഉള്ളൂ. നികാമ കാമ, വളരെയധികം ആഗ്രഹത്തോടു കൂടി, ഏതൊരുവൻ സ്വയം താനേ തന്നെ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ, അതുപോലെ തന്നെ താനേ തന്നെ അറിയാതെ, നമ്മൾ പറയില്ലേ നമ്മളറിയാതെ എന്ന് പറഞ്ഞ പോലെ നമ്മളിൽ അറിയാതെ ഉൾക്കൊള്ളുന്നെന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ താനേ തന്നെ, സ്വയം എന്നുള്ള അർത്ഥത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്വയം അർത്ഥാൻ ഭോഗ്യവസ്തുക്കളെ സമീഹേത ആഗ്രഹിക്കുന്നു, നമ്മൾക്ക് നമ്മുടെ വശത്തോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ആക്കാനായിട്ട്. സ ലോക, ആ ലോകം, ശ്രേയസ ധനത്തിൽ നഷ്ടദൃഷ്ടി, കാഴ്ചയില്ലാത്തവരാകുന്നു. ദുഃഖലേശ ഹേതോ, സുഖത്തിന് ദുഃഖലേശഹേതു എന്ന് ദുഃഖം കുറവാക്കാനിട്ട്, അത് പറഞ്ഞാൽ ദുഃഖം ഇല്ലാതാക്കാൻ, അതായത് സുഖം കിട്ടാൻ, കുറച്ച് സുഖത്തിനായിട്ട് എന്ന് പറയാം. അന്യോന്യം തമ്മിൽ വൈരത്തോടു കൂടിയിരിക്കുന്ന ഈ മൂഢന്മാരായിട്ടുള്ളവർ അപാര ദുഃഖത്തെ വേദ എന്ന് പറഞ്ഞാൽ അറിവ്, വേദ എന്ന് പറഞ്ഞാൽ അറിവില്ലായി, അതിനെക്കുറിച്ച് അറിയുന്നേ ഇല്ല. വലിയൊരു ദുഃഖം നമുക്കുണ്ട്. അതായത് നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ അതൊരു വലിയ ദുഃഖമാണെന്നുള്ള കാര്യം അറിയാത്തവർക്ക് ഈ കാമം, അതായത് ഈ ഒരുപാട് ഭോഗവസ്തുക്കളെ ആഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ആ ശ്ലോകങ്ങളെല്ലാം ഉപദേശങ്ങളാണ്. അത് നമുക്ക് വായിച്ചു പോവുകയാണ് പതിവ്. പക്ഷേ പദം തിരിച്ച് പറഞ്ഞാലല്ലേ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളതാണ്. കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത അവിദ്യയാമന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം സഗൃണക്കു ബുദ്ധിം പ്രയോജയേത് ഉത്പഥകം യഥാന്ധം. കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് എന്നാക്കുക. വിപശ്ചിത്, പിന്നെ അവിദ്യയാം അന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം, പുനഃ തമാണ്, പുനസ്തം എന്ന് വായിച്ചാൽ മതി. സഗൃണക്കു ബുദ്ധിം പ്രയോജയേത് ഉത്പഥകം യഥാന്ധം. തദഭിജ്ഞ, സ്വയം തദഭിജ്ഞ, സ്വന്തമായിട്ട് അറിയുന്നവനും, സഘൃണ കൃപയോടുകൂടിയവനും, വിപശ്ചിത് വിവേകിയായിട്ട് ഉള്ളവനും ആണോ, യാതൊരുവനാണോ, യാതൊരുവനാണോ. കഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവെന്നൊരർത്ഥമുണ്ട് കേട്ടോ. ഇത് കഹ, ഏതൊരുവൻ. അവിദ്യയാം അന്തരേ, അജ്ഞാനത്തിൻ്റെ നടുക്ക് വർത്തമാനം ഇരിക്കുന്നവനും, കുബുദ്ധി തം, കുൽസിത ബുദ്ധിയുള്ളവനുമായ തം അവനെ, ഉത്പഥകം വഴിവിട്ട് സഞ്ചരിക്കുന്ന, അന്ധം യഥാ കുരുടേ എന്ന പോലെ, എന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വഴി തുറന്നു വിട്ട് എങ്ങോട്ട് പോയാൽ എവിടെയാണ് എത്തുന്നതെന്ന് അവർക്കറിയാമോ? പറ്റില്ല. കണ്ടിട്ട് പുനഃ പ്രയോജയേത്, വീണ്ടും പ്രേരിപ്പിക്കും അതങ്ങനെ തന്നെ പോകാൻ. 18. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത്, സസ്യാതെന്നാക്കുക. ജനനീ ന സാസ്യാത് ദൈവം ന തസ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേത് യ സമുപേത മൃത്യും. അതൊന്ന് വായിച്ച് നിങ്ങൾ വായിക്കാനൊന്ന് പഠിക്കണം. ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ആവർത്തിച്ച് 3 പ്രാവശ്യം ഈ ഭാഗവതത്തിൽ ഈ ശ്ലോകം വരുന്നുണ്ട്. ഗുരുർ ന സസ്യാത്, സ്വജനോ ന സസ്യാത്, അതിനകത്തൊന്നും ചെയ്യാനില്ല. പിതാ ന സസ്യാത് എന്നാക്കണം. അങ്ങനെ അല്ലെങ്കിൽ സസ്യാത്, ജനനി ന സാസ്യാത്, അത് സാ നീട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം.
ദൈവം ന തസ്യാത്, പിന്നെ ന പതിശ്ച സസ്യാത് എന്നാക്കുക. എന്നിട്ട് അടുത്ത ന എന്നുള്ളത് വെറും നാ മതി, ഇന്ന വേണ്ട. ന മോചയേദ്യ സമുപേത മൃത്യും. സമുപേത മൃത്യും, മൃത്യുമാർഗത്തെ പ്രാപിച്ചിരിക്കുന്നവനെ. മൃത്യു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മൃത്യുവിനുള്ളതാണ്, ഇല്ലാതാകാനുള്ളതാണ്. യാതൊരുവൻ ന മോചയേത് മോചിപ്പിക്കുന്നില്ലയോ, യാതൊരുവൻ ന മോചയേത് ഇന്നടത്തൊന്നും മോചിപ്പിക്കുന്നില്ലയോ. എവിടുന്ന, ആരൊക്കെയാ? സ ഗുരു അവൻ ഗുരുവായിട്ടും, സ ഗുരുഹോ അവൻ ഗുരുവായിട്ടും, സ്വജനമായിട്ടും, സ്വജനോ ന സസ്യാത്, കണ്ടോ, സ്വജനമായിട്ടും സ്വന്തം ആൾക്കാർ എന്നുവെച്ചാൽ ബന്ധുക്കളായിട്ടും, പിതാവായിട്ടും, ദൈവമായിട്ടും, പതിയായിട്ടും, ജനനിയായിട്ടും, ന സ്യാത് അങ്ങനെ ഭവിക്കുന്നില്ല. അതായത് ഭർത്താവായിട്ടും ഭവിക്കുന്നില്ല, പിതാവായിട്ടും ഭവിക്കുന്നില്ല, അമ്മയായിട്ടും ഭവിക്കുന്നില്ല, പിന്നെ ബന്ധുവായിട്ടും ഒന്നും, ഗുരുവായിട്ടും ഒന്നും ഭവിക്കുന്നില്ല. എങ്ങനെ? മൃത്യുമാർഗത്തെ പ്രാപിച്ചിരിക്കുന്നവനെ മോചിപ്പിക്കുന്നില്ലയോ. ആ മൃത്യുമാർഗത്തിൽ നിന്ന് മൃത്യു എന്ന് പറഞ്ഞാൽ എന്താ? മരണം. അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ, അതായത് മോക്ഷം കിട്ടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലയോ, മോക്ഷം കിട്ടാനുള്ള വഴിയെ നമ്മളെ തിരിച്ചു വിടുന്നില്ലയോ. അവരൊന്നും, ഈ ആൾക്കാരൊന്നും ഗുരുവല്ല, ഗുരുവല്ല, പിതാവല്ല, ഭാര്യയല്ല, ഭാര്യയുടെ പറയുന്നില്ല, ജനനി അമ്മയല്ല, പിന്നെ ബന്ധുക്കളല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ ശരിയായ വഴിക്ക് തിരിച്ചു വിടണം. മോക്ഷ വഴിക്ക്, ഈശ്വരൻ്റെ വഴിക്ക്, ഈശ്വരനെ അറിയാനുള്ള വഴിക്ക് തിരിച്ചു വിടുന്നവരെ മാത്രമേ ഇങ്ങനെയുള്ള പേരുകളാൽ അർഹിക്കുന്നുള്ളൂ. അവരല്ലെങ്കിൽ പ്രധാന കർമ്മം ചെയ്യുന്നില്ല. അതുപോലെ രാജാവ് സ്വയം പറയുന്നത്, ഋഷഭരാജാവ് പ്രജകളോട് പറയുന്നു. അപ്പം രാജാവ് ചെയ്യേണ്ടത് ചെയ്തു, അല്ലെ? അദ്ദേഹം ചെയ്യേണ്ട കർമ്മം അതാണ്, ധർമ്മം അതാണ്. എന്താ? പ്രജകളെ നല്ല വഴിക്ക് തിരിച്ചു വിടുക. അത് ചെയ്തില്ലെങ്കിൽ രാജാവുമല്ല. അതാണ് ഉൾക്കൊള്ളുന്നതിൻ്റെ അർത്ഥം. നമ്മളുമൊക്കെ ഇത് ഓർത്തിരിക്കുക. നമ്മുടെ ബന്ധുക്കളോടും നമ്മളുടെ പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടും, അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവിനോടും, നമുക്കങ്ങനെയും പറയാം, നമ്മളുടെ മക്കളോടും ഒക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് ഈശ്വരൻ്റെ വഴിക്ക് തിരിച്ചു വിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പദങ്ങൾക്കൊന്നും അർഹരല്ല. അതായത് ജനന മരണമായ ഈ പ്രവാഹമാണല്ലോ ഇങ്ങനെ, ഇതിൻ്റെ മരണപ്രവാഹത്തിലോട്ടാണ് നമ്മൾ ചെന്ന് വീഴുന്നത്, അല്ലേ? അതല്ലേ ശങ്കരാചാര്യർ പഠിക്കുന്നത്, പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം. പിന്നെയും ഇങ്ങനെ ആരുടെയെങ്കിലും ഗർഭത്തിൽ പിന്നെയും വന്ന് ഭവിക്കാനിടയാകാതെ ഭഗവാനിൽ ലയിക്കുക നമ്മുടെ ആത്മാവ്. മനുഷ്യജന്മം അപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് നിന്നേ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് ചിന്തിക്കാൻ സാധിക്കും. ആ ചിന്തിക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കാത്തവരൊന്നും ഇതുപോലെയുള്ളവരല്ല, ശരിയായ രീതിയിലുള്ള അമ്മയല്ല, അച്ഛനല്ല, ഗുരുവല്ല. അപ്പോൾ അങ്ങനെയുള്ള വഴിയിൽ കാട്ടിക്കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതോ മേ യദധർമ്മ ആരാത് അതോ ഹി മാം ഋഷഭം പ്രാഹുരാര്യാഹ. ഇതൊരു വലിയ അർത്ഥമുള്ള ശ്ലോകം. ആചാര്യന്മാരൊക്കെ ഇഷ്ടംപോലെ ഇരുന്ന് വ്യാഖ്യാനിക്കാൻ ഇഷ്ടമുള്ള ഒരു ശ്ലോകമായത്. ആചാര്യന്മാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ശ്ലോകമാണ്. ഇതം ശരീരം, എൻ്റെ ഈ ശരീരം ദുർവിഭാവ്യം, ഊഹിച്ചറിയുവാൻ എന്ന് വെച്ചാൽ ശരിക്കും ദുർവിഭാവ്യം, അത്ര പെട്ടെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റാത്തതല്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. മേ ഹൃദയം, എൻ്റെ മനസ്സ് സത്വഗുണമാകുന്നു. എൻ്റെ മനസ്സ് സത്വഗുണമായ ഈശ്വരനാണ്, സത്തായ ഈശ്വരനാണ്. എത്ര ധർമ്മ, അതിൽ ധർമ്മം, അതിൽ ധർമ്മം എന്തുകൊണ്ടെന്നാൽ അധർമ്മം മേ എന്നാൽ ആരാധപൃഷ്ഠേ കൃത, അത് വളരെ എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു, ദൂരത്തിൽ ഇരിക്കുന്നു. പൃഷ്ഠേ കൃത, അവിടെ ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? പൃഷ്ഠേ, ദൂരെ, കുറേ പുറകിലാണ്.
പൃഷ്ഠ എൻ്റെ കുറേ പുറകിലാണ് ധർമ്മം ഇരിക്കുന്നത്. അങ്ങനെയാണ് മേ എന്നാൽ അധർമ്മം മേ എന്നാൽ ഞാനാൽ എന്നാൽ ആരാധ പൃഷ്ഠേ കൃത ദൂരത്തിൽ അങ്ങ് പുറകിലിരിക്കുന്നുവോ അതുകൊണ്ട് ആര്യന്മാർ മാം എന്നെ മാം എന്ന് പറഞ്ഞാൽ എന്നെ ഋഷഭം എന്നെ ശ്രേഷ്ഠനെന്ന് പറഞ്ഞല്ലോ, പേരിടാൻ നേരത്തെ പറഞ്ഞെന്ന്. അതെ, ഞാനൊരു ഉത്കൃഷ്ടനാണ് പ്രാഹു പറയുന്നു. അതായത് പുത്രന്മാർക്ക് മോക്ഷധർമ്മത്തെ ഉപദേശിച്ചതിന് ശേഷം സഹോദരന്മാർക്ക് തമ്മിൽ സൗഹാർദ്ദമുണ്ടാകാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരം ഇല്ലാതിരിക്കാനും വേണ്ടി അവരുടെ ജന്മത്തിനെ ധരിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കാൻ ജനകനായ തൻ്റെ പ്രാകൃത വൈഭവത്തെ ധരിപ്പിക്കുന്നു. എൻ്റെ ഈ ശരീരം ഈ പ്രാകൃതന്മാരുടെ ശരീരം പോലെ പ്രാരബ്ധം കർമ്മത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഉണ്ടായത് അല്ല, എൻ്റെ ഇച്ഛ തന്നെയാണ് അതിന് കാരണം. എന്താ, ഭഗവാനാണ് നാഭിക്ക് പുത്രനായിട്ട് ഋഷഭനായിട്ട് അവതരിച്ചിരിക്കുന്നത്. യാതൊന്നിൽ ആണോ പരിശുദ്ധമായി എൻ്റെ ഉള്ളിലേത് സത്വഗുണമാണെന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധമായ ഭഗവത് ധർമ്മം അവിടെ ഇരിക്കുന്നുവോ, ശുദ്ധമായ ആ സത്വഗുണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അധർമ്മത്തെ ഞാൻ വളരെയധികം ത്യജിക്കുന്നു, തള്ളിവിട്ടിരിക്കുന്നു, പുറകോട്ട് തള്ളിവിട്ടിരിക്കുന്നു. ഇതിനെ അറിഞ്ഞിരിക്കുന്ന എൻ്റെ പിതാവ് മുതലായ, അതായത് നാഭി മുതലായ ജ്ഞാനികൾ, അറിവുള്ളവർ എന്നെ ഋഷഭൻ, അതായത് വളരെ ശ്രേഷ്ഠൻ, ഉത്കൃഷ്ടൻ ആയിട്ടുള്ളവൻ എന്ന് വിളിക്കുന്നു. എൻ്റെ നാമധേയം സങ്കല്പിത ശബ്ദമല്ല. എൻ്റെ നാമം വെറുതെ ഒന്ന് പറഞ്ഞിരിക്കുന്ന വാക്കല്ല, അത് അർത്ഥമുള്ളതാണ്. അന്വർത്ഥമാണ്. അത് അർത്ഥത്തിന് യോജിച്ചതാണ്. ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ഠേ കൃതോ മേ യദാധർമ്മ ആരാത് അതോ ഹി മാം ഋഷഭം പ്രാഹുരാര്യാഃ തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാ സർവേ മഹീയാം അമും സനാഭം അക്ലിഷ്ട ബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. തസ്മാത് അത് കാരണമായിട്ട് ഹൃദയേന എൻ്റെ ഹൃദയത്താൽ ജാത സർവേ ഭവന്ത ജനിച്ച നിങ്ങളെല്ലാവരും, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. മക്കളായ മഹീയാംസം ശ്രേഷ്ഠനും മഹിമയുള്ളവനും സനാഭം ജ്യേഷ്ഠനും ആയ അമും ഭരതം, ഈ ഭരതനെ ആണല്ലോ ഞാൻ ഏൽപ്പിച്ചത്. അക്ലിഷ്ട ബുദ്ധിയ, ഒരു ക്ലിഷ്ടമായ ബുദ്ധി കൂടാതെ, ഭജധ്വം അതായത് മത്സരബുദ്ധി കൂടാതെ ഭജധ്വം ഭജിക്കുവിൻ. അത് ശുശ്രൂഷണം, എൻ്റെ ശുശ്രൂഷയും പ്രജകളുടെ പരിപാലനവും ഒക്കെ നടത്തിക്കൊള്ളും. ജ്യേഷ്ഠപുത്രനായ ഭരതൻ്റെ ആജ്ഞയനുസരിച്ച് നിങ്ങളെല്ലാവരും ആ പ്രജാപരിപാലനം ചെയ്യണം. സ്വതന്ത്രയാ ചെയ്യരുത്, സ്വന്തം ഇഷ്ടം പോലെ ചെയ്യരുത്. നിങ്ങൾ ഭരതൻ്റെ ആജ്ഞയനുസരിച്ച് ചെയ്യണം. ആജ്ഞാനുസരണം ആണെങ്കിൽ എന്നെ സേവിച്ചു, അതിന് തുല്യമാണ് നിങ്ങൾ എൻ്റെ മൂത്ത മകനായ ഭരതനെ അനുസരിച്ച് ഭരിക്കുകയാണെങ്കിൽ എന്നെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കൂ. ഭൂതേഷു വീരുഭ്യ ഉദുത്തമായേ കേട്ടോ, ഉദുത്തമ സരീസൃപാസ്തേഷു സബോധനിഷ്ഠാഃ തതോ മനുഷ്യാ പ്രമദാസ്തതോപി ഗന്ധർവസിദ്ധാ വിഭുതാനുഗായേ. ഭൂതേഷു ഭൂതങ്ങളിൽ സരീസൃപ യാതൊരുവൻ സരീസൃപങ്ങൾ, അതായത് ജംഗമങ്ങളോ അവ വീരുഭ്യ ആ സ്ഥാവരങ്ങളെക്കാൾ സ്ഥാവരം എന്ന് പറയുന്നതും സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് പറയല്ലേ, അത് സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്തതും നീങ്ങാനായിട്ട് കാര്യമുള്ളതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഭൂതേഷു വീരുഭ്യ ഉദുത്തമായേ സരീസൃപാസ്തേഷു സ്വബോധനിഷ്ഠാ തതോ മനുഷ്യ പ്രമദാസ്തതോപി ഗന്ധർവസിദ്ധാ വിബുധാനുഗായേ. ഭ്രാതൃഭക്തിയെ ഉപദേശിച്ച ശേഷം ബ്രാഹ്മണ ഭക്തി ഉണ്ടായിരിക്കണമെന്നും കൂടി ഉപദേശിക്കുന്നുണ്ട്. അതും വേണം. അതായത് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവരെ നമ്മൾ വേണ്ട വിധം
അവരെ പാലനം ചെയ്യണം, അവരുടെ വാക്കുകളെ അനുസരിക്കണം. ബ്രാഹ്മണരുടെ ആ സർവോത്തമത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉപദേശിക്കുന്നതാണ്. ഭൂതങ്ങളിൽ ഭൂതേഷു സരീസൃവ ജംഗമങ്ങളോ അവ വീരുഭ്യ സ്ഥാവരങ്ങളെക്കാൾ ഉദുത്തമ അധികം ശ്രേഷ്ഠങ്ങൾ തേഷു അവയിൽ വെച്ച് സബോധനിഷ്ഠ ബോധത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നവയും തഥ അവയേക്കാൾ മനുഷ്യരും തഥ അവരേക്കാൾ പ്രമഥ ഭൂതപ്രേതങ്ങളും വിബുധ അനുഗ ദേവന്മാരും അനുഗാമികളുമായ അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുമായ ഗന്ധർവ സിദ്ധന്മാർ അങ്ങനെയുള്ളവർ ഉത്തരോത്തരം ഉത്തമന്മാരാകുന്നു. അപ്പം പറഞ്ഞു വരുന്നത് ബ്രാഹ്മണന്മാർ ഏറ്റവും അധികം ശ്രേഷ്ഠനാണ്. സ്ഥാവര ജംഗമങ്ങളുണ്ട്, അവയേക്കാൾ ശ്രേഷ്ഠമാണ് ഇന്നത്, അവയേക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യർ, ആ മനുഷ്യരേക്കാൾ ശ്രേഷ്ഠമാണ് പിന്നെ ഭൂതപ്രേതങ്ങൾ, അവരേക്കാൾ ശ്രേഷ്ഠം ദേവന്മാർ, അവരുടെ അനുഗാമികൾ, അതുപോലെ തന്നെ ഓരോ ഗന്ധർവന്മാർ, അങ്ങനെയൊക്കെയുള്ളവർ മുകളിലോട്ട് സിദ്ധന്മാർ, ഇങ്ങനെയുള്ളവർ കുറേ കൂടെ ശ്രേഷ്ഠന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. 22 ദേവാസുരേഭ്യോ മഘവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോധ വിരിഞ്ച വീര്യഃ സമത്പരോഹം ദ്വിജദേവദേവഃ. ദേവാസുരേഭ്യോ ദേവന്മാർ അസുരന്മാർ, ദേവാസുരേഭ്യോ മഘവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോധ വിരിഞ്ച വീര്യഃ സമത്പരോഹം ദ്വിജദേവദേവഃ. അസുരേഭ്യ അസുരന്മാരെക്കാൾ മഘവത് ഇന്ദ്രനാകുന്ന പ്രധാനനോട് കൂടിയ ദേവന്മാർ, ദേവന്മാർ തേഷാം അവരിൽ വെച്ച് ബ്രഹ്മപുത്രന്മാരായ ദക്ഷൻ മുതലായവർ അവരിൽ ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശ്രേഷ്ഠനാണ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ശിവൻ. അവൻ എന്ന് പറഞ്ഞാൽ സഹ എന്ന് പറഞ്ഞാൽ അവൻ, എന്ന് നീട്ടിയാൽ അവൾ. വിരിഞ്ച വീര്യ ബ്രഹ്മവീര്യത്തിൽ നിന്ന് ജനിച്ചവരാണ്, ബ്രഹ്മാവിൽ നിന്ന് തന്നെ ജനിച്ചവരാണ്. അവൻ മത്പര എന്നെ ആശ്രയിക്കുന്നവൻ, അഹം ഞാൻ ദ്വിജദേവദേവ ആ ദ്വിജദേവന്മാരാകുന്ന ദേവനോട് കൂടിയവനാണ് ഞാൻ എന്ന് ഭഗവാന്റെ അംശാവതാരമായ ഋഷഭൻ മറ്റു മക്കളോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാകിമതഃ പരം ച യസ്മിൻ ഋഭി പ്രഹുതം ശ്രദ്ധയാഹം. പിന്നെ മാവെട്ടി അശ്നാമി കാമം ന തഥാഗ്നിഹോത്രേ. ബ്രാഹ്മണരോട് അന്യഭൂതത്തെ തുലയെ ഞാൻ തുല്യമാക്കുന്നില്ല, അവർ ഒന്നിനോടും തുല്യമല്ല. വിപ്രാഹേ ബ്രാഹ്മണരെ അതപ്പരം അവരിൽ മീതെ പശ്യാമി ഞാൻ ഒന്നും കണ്ടിട്ട് ഇതിക്കും ഞാൻ കാണുന്നില്ല എന്ന് പറയണോ. യസ്മിൻ യാതൊരുവനിൽ യസ്മിൻ നൃഭിഹി മനുഷ്യരാൽ ശ്രദ്ധയാ പ്രഹുത ശ്രദ്ധയോടുകൂടി ഹോമിക്കപ്പെട്ടതിനെ അഹം ഞാൻ കാമമശ്നാമി ഇച്ഛയോടെ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ കഴിക്കുന്നു. അവർ ഹോമിക്കപ്പെട്ടതിനെ ബ്രാഹ്മണരായിട്ടുള്ളവർ ഹോമിക്കപ്പെട്ടതിനെ ഞാൻ ഭുജിക്കുന്നു. അഗ്നിഹോത്രികളെ തഥ ആ വിധം ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഏത് വിധം സ്വീകരിക്കുന്നുവോ അവർ തരുന്നത് മനുഷ്യർ ആ ബ്രാഹ്മണരിൽ ശ്രദ്ധാപൂർവ്വം സമർപ്പിക്കുന്നതിന് ഏത് വിധം സ്വീകരിക്കുന്നുവോ അഗ്നിയിൽ ഹോമിക്കുന്നതിനെ അതുപോലെ സ്വീകരിക്കുന്നില്ല. അതായത് ബ്രാഹ്മണരിൽ നിന്ന് ബ്രാഹ്മണരോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് ഒന്നിനെയും ഞാൻ കാണുന്നില്ല. ബ്രാഹ്മണരോട് ചേർത്ത് വയ്ക്കാൻ ഇതുപോലെ ആണ് ബ്രാഹ്മണർ എന്ന് പറയാൻ ചേർത്ത് വെക്കാൻ ഒന്നിനെ ഞാൻ കാണുന്നില്ല. അവരെക്കാൾ ഉത്കൃഷ്ടരായിട്ട് ഒന്നും ഇല്ല. അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ആ ബ്രാഹ്മണരിൽ ശ്രദ്ധാപൂർവ്വം സമർപ്പിക്കുന്നതിന്, അതായത് ബ്രാഹ്മണർക്ക് കൊടുക്കണമെന്നായി പറഞ്ഞു വയ്ക്കുന്നത്, ആ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നത്, മനുഷ്യരായിട്ടുള്ള സാധാരണ ആൾക്കാരെ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നത് എന്ത് സമർപ്പിക്കുന്നോ അത് ഞാൻ ഏത് വിധം സ്വീകരിക്കുന്നു. അതുപോലെ അഗ്നിയിൽ നിങ്ങൾ ഹോമിച്ചതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നില്ല. അഗ്നിയിൽ ഹോമിച്ചതിനേക്കാൾ എനിക്ക് ശ്രേഷ്ഠം നിങ്ങൾ ആ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നതാണ്. എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനികൾക്ക്, അറിവുള്ളവർക്ക് എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി കേട്ടോ. നമ്മൾ ആ കുലം വർണ്ണം ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ബ്രഹ്മജ്ഞാനികൾക്ക്, അറിവുള്ളവർക്ക് എന്നുള്ള അർത്ഥത്തിൽ ബ്രാഹ്മണർ എന്നുള്ളത് ഇവിടെ എടുത്താൽ മതി.
24 ധൃതാ തനൂരുഷധീ മേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമഃ സത്യമനുഗ്രഹശ്ച തപസ്തിതിക്ഷ അനുഭവശ്ച യത്ര തപഃ തിതിക്ഷ അനുഭവശ്ച യത്ര എന്ന വാക്ക്. ധൃതാ തനൂരുഷധി മേ പുരാണി. ഇത് വളരെ സിമ്പിളാണ്, ഇച്ചിരി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അതുപോലെ ഏനേഹ കണ്ടോ, ഏന ഏഹ, അതാ ഏനേഹ. ഏന യാതൊരുവനാൽ ഉഷധി വളരെ സുന്ദരമായും, പുരാണി പണ്ടേ കേട്ട്, പുര എന്ന് പറഞ്ഞാൽ പണ്ടേ, പണ്ടേ ഉള്ളതുമായിരിക്കുന്ന മേ തനു, ഈ എൻ്റെ ശരീരം പണ്ടേ ഉള്ളതാണ്, അത് പല പല രൂപങ്ങളെടുത്തപ്പോൾ ഈ രൂപത്തിലിരിക്കുന്നതേ ഉള്ളൂ. ധൃത ധരിക്കപ്പെട്ടിരിക്കുന്നു. യാതൊരുവനിൽ പരമം അത്യുത്കൃഷ്ടവും, പരമമായ സ്നേഹനുറയിൽ ഏറ്റവും മുകളിലുള്ളത്, പവിത്രവും, അതുപോലെ സത്വഗുണവും, അന്ധക്കരണത്തെയൊക്കെ ഒന്ന് അടക്കി നിർത്തിയിരിക്കുന്നവനും, ദമം ശരി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രിയ നിഗ്രഹം അതൊക്കെ നമുക്കറിയാം. സത്യമായതിനെ പറയുക, പരമമായ സത്യത്തെ പറയുക, പരമാർത്ഥത്തെ. സത്യം ഇതാണെന്ന് പറയരുത് നമ്മളത്. ആ സത്യം എന്നുള്ള വാക്ക് സത്യം തന്നെ എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അനുഗ്രഹ പരമദുഃഖം തീർക്കാനുള്ള പരിശ്രമം, തപസ്, തിതിക്ഷ എന്ന് വെച്ചാൽ തിതിക്ഷ ചെയ്യുമെന്ന് പറഞ്ഞാൽ സഹിക്കുക, സഹനശക്തി, അനുഭവജ്ഞാനവുമുണ്ടോ. അതായത് ഈ മഹിമയുള്ള ബ്രാഹ്മണരുടെ ലക്ഷണത്തെ ആണ് കാണിക്കുന്നത്. എങ്ങനെയുള്ളവരാണ് ബ്രാഹ്മണരെന്ന്? ഏത് കാലത്തും നശിക്കാതെ സകല എന്നും നിലനിൽക്കുന്നതായ വേദമാകുന്ന എൻ്റെ മൂർത്തിയെ യാതൊരുവൻ മനസ്സിലാക്കുന്നുവോ, അത് യാതൊരുവനിൽ അത്യുത്കൃഷ്ടവും പാവനവുമായ സത്യഗുണം, അതുപോലെ ഇന്ദ്രിയ നിഗ്രഹം, മനസ്സിനെ തൻ്റെ വശത്താക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ സത്യം പറയുന്നവന്, അതുപോലെ ദുഃഖം എല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നവന്, ആഹാര നിയമം എന്ന 3 വിധങ്ങൾ, ആഹാരാദി നിയമം 3 വിധങ്ങളായ ദുഃഖങ്ങളെയും സഹിക്കുവാനുള്ള ശക്തി, മനസ്സിൻ്റെ ദുഃഖം, ആഹാരാദി നിയമം, അങ്ങനെ പിന്നെ ഇന്ദ്രിയ നിഗ്രഹം, അങ്ങനെ വേദാർത്ഥ പരിജ്ഞാനപൂർവകമായ എൻ്റെ സ്വരൂപ സാക്ഷാത്കാരം എന്നീ 8 ഗുണങ്ങൾ വിളങ്ങുന്നുവോ അവരാണ് മഹാന്മാരായ ബ്രാഹ്മണർ. അങ്ങനെ 8 ഗുണങ്ങൾ പറയുന്നുണ്ട്. സത്വഗുണം, മനോനിഗ്രഹം, ഇന്ദ്രിയ നിഗ്രഹം, പിന്നെ സത്യം, ദുഃഖ നിവാരണത്തിനുള്ള ശ്രമം, ആഹാരാദി നിയമം, 3 വിധങ്ങളായ ദുഃഖങ്ങൾ, അങ്ങനെ 8 എണ്ണം ആ ശക്തികളെ. അത് 3 വിധങ്ങളായ ദുഃഖങ്ങൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മിക ദുഃഖങ്ങൾ. 3 ദുഃഖങ്ങളാണ് നമുക്കുള്ളതെന്ന്. ആ എല്ലാത്തിനെയും സാക്ഷാത്കരിച്ചിരിക്കുന്ന ആ 8 ഗുണങ്ങൾ ആരിലാണോ ഉള്ളത്, ഈ പറഞ്ഞത് 8 ഗുണങ്ങളും ആരിലാണോ ഉള്ളവർ അവരാണ് മഹാന്മാരായ ബ്രാഹ്മണരെന്ന് ധരിക്കണം. കണ്ടല്ലോ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് ശരിയല്ലേ? വർണ്ണമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ 8 ഗുണങ്ങളുള്ളവരാരൊക്കെയാണോ അവർ ബ്രാഹ്മണർ. മത്തോപ്യനന്താത് 25 മത്തോപ്യനന്താത് പരത പരസ്മാത് സ്വർഗാപവർഗാധിപതേർന്ന കിഞ്ചിത് യേഷാം കിമു സ്യാദിതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. അനന്താത് അതായത് അന്തമില്ലാത്തത്, പരത പരസ്മാത് സർവ ഉത്കൃഷ്ടന്, സ്വർഗാപവർഗാധിപതി സ്വർഗത്തെയും മോക്ഷത്തെയും നൽകുന്നതിന് സമർത്ഥനായിട്ടുള്ള ഈശ്വരനായിരിക്കുന്ന മത്ത അഭി എന്നിൽ നിന്ന്, മത്തഹ അഭി എന്നിൽ നിന്ന്, യേഷാം യാതൊരുത്തർക്ക്, കിഞ്ചിത് ഒന്നും ആവശ്യമില്ലയോ, കണ്ടോ, അകിഞ്ചനാനാം എല്ലാറ്റിനെയും ഉപേക്ഷിച്ച ഇരിക്കുന്നവനും, അകിഞ്ചനന്മാർ ഒന്നും വേണ്ടെന്ന് വച്ചിരിക്കുന്നവർ, എന്നിൽ ഭക്തിഭാജാം എന്നോട് ഏറ്റവും അധികം ഭക്തിയുള്ളവരും ഭക്തി കൊണ്ട് നടക്കുന്നവരും, അവർക്ക് ഇതരേണ അന്യനെ കൊണ്ട് കിം സ്യാത് എന്താണ് പ്രയോജനം. എന്നെ പൂജിക്കുന്നവർക്ക് വേറെ ഒന്നിനെ കൊണ്ട് എന്താണ് പ്രയോജനം? അത്രയേ ഉള്ളൂ. എന്നെ ഭജിക്കുക എന്ന് മാത്രം. എന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഭരതൻ പറയുന്നത്, അല്ല ഋഷഭൻ പറയുന്നത്, അദ്ദേഹം ഭഗവാന്റെ തന്നെ അംശാവതാരമാണ്. എന്നെപ്പോലെ ഒരു പുത്രൻ ജനിക്കണമെന്ന് പറഞ്ഞാണ് നാഭി
മേരുദേവി അവർ പൂജിച്ചത് പുത്രന്മാരില്ലാഞ്ഞിട്ട്. അപ്പോൾ എന്നെ ഭഗവാനെ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് സാധ്യമല്ല, എന്നെ പോലെ ഞാൻ തന്നെ ജനിക്കാം, അങ്ങനെയാണെങ്കിൽ ശരിയാകും എന്ന് പറയുന്നത്. എന്നെപ്പോലെ വേറൊന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആധികാരികമായിട്ട് പറയുന്നത് ഞാൻ ഈശ്വരനാണെന്ന് ആ ദേഹം അറിഞ്ഞിരുന്നു. അല്ലേ? നമ്മളൊക്കെ ഈശ്വരന്മാരാണ്, പക്ഷെ നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. സർവാണി മധ്യേഷ്ണ്യതയാ ഭവദ്ഭിः ചരാണി ഭൂതാനി സുധാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിः തദുഹാർഹണം മേ അർഹണം അർഹണം വിവിക്തദൃഗ്ഭിസ്തദ് ഉഹാർഹണം മേ തത് ഊഹ അത് തന്നെ തത് അവസാനത്തെ വാക്കൊന്ന് നോക്കണേ. വിവിക്ത ദൃഗ്ഭിസ്തത് ഊഹ അർഹണം മേ. ഊഹ അർഹണം എന്നാണ് ആ വാക്ക്. അർഹണം ഊഹ അത് തന്നെ മേ എൻ്റെ അർഹണം അതാണ് അർഹിക്കപ്പെട്ടത്. അതാണ് ശരിക്കുമുള്ള ആ പൂജ. സുതാ ഹേ പുത്രന്മാരെ, അത് വിളിക്കുന്ന ഹേ പുത്രന്മാരെ, ഭവാന്മാരാൽ ചരാണി സഞ്ചരിക്കുന്നവയും ധ്രുവാണി ധ്രുവമായിട്ട് നിൽക്കുന്നവയും സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും മധ്യേഷ്ണ്യതയ എൻ്റെ വാസസ്ഥാനമായിട്ട് പതേ പതേ അവസരം കിട്ടുന്തോറും ഓരോ പദങ്ങളിലും ഓരോ കാര്യങ്ങളിലും വിവിക്ത ദൃഗ്ഭി പലതരത്തിൽ ശുദ്ധമായ വ്യക്തമായ ദർശനം കാഴ്ചയോടുകൂടി നിങ്ങളാൽ സംഭാവിതവ്യാനി സമ്മാനിക്കത്തവയാ നിങ്ങളാൽ സംഭാവന ചെയ്യപ്പെടേണ്ടതാണ്. അല്ലേ? അതാണ് സംഭാവിതവ്യാനി, നിങ്ങളാൽ സമ്മാനിക്കപ്പെടേണ്ടവയാണ്. തത് ഊഹ അത് തന്നെ എൻ്റെ യഥാർത്ഥ പൂജനം. ആ ബ്രാഹ്മണ ഭജനം വേണ്ടതാണെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ ചരാചരങ്ങളെയും ആദരിക്കണമെന്നും കൂടെ അനുശാസിക്കുകയാണ് ഇവിടെ. ഉത്കൃഷ്ടം നികൃഷ്ടം എന്നീ ഭേദഭാവങ്ങൾ ഒന്നും കൂടാതെ ചരങ്ങളും അചരങ്ങളുമായി കാണപ്പെടുന്ന ഈ സർവഭൂതങ്ങളും എന്തും കണ്ടാൽ ജീവനുള്ളതും ജീവനില്ലാത്തതും എന്തും ആയിക്കോട്ടെ, സർവത്തിൻ്റെ അന്തര്യാമിയായിട്ട് ഇരിക്കുന്ന ആ ഈശ്വരനായ എൻ്റെ വാസസ്ഥാനമാണ് എന്നുള്ള ആ പരമാർത്ഥമായ ആ ബോധം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് അതാണ് ആ ഓരോന്നും അതത് അവസരത്തിൽ സമ്മാനിച്ചു കൊള്ളണം. അത് ഓരോ സമയത്തും അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അതായത് സ്ഥാവര ജംഗമങ്ങളെല്ലാം അതെ. അപ്പോൾ കുന്ന് ഇടിച്ചു നിരത്തി സമതലമാക്കുന്നവർ ഓർക്കണം, ആ കുന്ന് ഭഗവാനാണ്. ആ ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന അത് ഇടിച്ചു നിരത്തി സമതലമാക്കുമ്പോൾ എന്തു പറ്റും? പ്രകൃതിക്ഷോഭങ്ങൾ കാരണമാകും. അതൊക്കെ കൊണ്ടാണ് അന്നങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. സ്ഥാവര ജംഗമങ്ങളും ഒക്കെ ഞാനാണെന്ന് കരുതണമെന്നല്ലേ. ഭഗവാന്റെ സൃഷ്ടികളാണ് അതൊക്കെ. അതിനെ നമ്മളായിട്ട് ഉടച്ചു വാർക്കാൻ ശ്രമിക്കരുത്. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചിറകെട്ടി വെള്ളം തടുത്ത് നിർത്താൻ ശ്രമിച്ചാൽ അത് പിന്നീട് ഒരു അപകടം ഉണ്ടാകും. ഡാമൊക്കെ പൊട്ടുമെന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കാലത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ പുരോഗതി അനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്ന് കാട്ടിക്കൂട്ടും. സൃഷ്ടിപരമായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്ന അതിന് ഇണങ്ങി ജീവിക്കാൻ ഇപ്പോൾ ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ബോധമുള്ളവർ പറഞ്ഞ്. അപ്പോൾ ആ പ്രകൃതിയെ നമുക്ക് സൗകര്യപൂർവ്വമാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്നതാണ്. അത്രയും കഠിനാധ്വാനവുമില്ല. അല്ലേ? വെള്ളം കെട്ടുന്നിടത്ത് വീട് വയ്ക്കാതിരിക്കുക, മണ്ണിട്ട് പൊക്കി വീട് വെക്കാതിരിക്കുക, അതാണ് ശരി. അല്ലെങ്കിൽ അവിടെ പൊങ്ങിയുമ്പം വേറൊരിടത്ത് താഴും. ഇല്ലേ? എവിടെയോ താത്തിയ മണ്ണാണ് നമ്മൾ പൊക്കാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതിക്ഷോഭങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കമൊക്കെ വെറുതെ അല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ കേൾക്കാം. അപ്പോൾ അത് ഭഗവാന്റെ സ്ഥാവര ജംഗമങ്ങളിൽ പെടും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാനാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന അതാണ് ഉത്തമമായിട്ടുള്ള ആരാധനം. പ്രതിമകളിലുള്ള പൂജനം മാത്രമാണ് തൻ്റെ കടമ എന്ന് കരുതരുത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതും കൂടെ കൊണ്ട് നമുക്കിവിടെ നിർത്താം. മനോവജോദൃക്കരണേ ഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി
വിനപ്പുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാൻ ന വിമോക്തും ഈശേത്. മനോവചോ ദൃക്കരേ കരണേ മനോവചോ ദൃക് കരണേ ഹിതസ്യ. മനോവചോ ദൃക്കരണേ ഹിതസ്യ. അത് ഇത്രയെണ്ണമുണ്ട്. മനസ്സ്, വാക്ക്, ദൃക്ക് ദൃഷ്ടി, കരങ്ങൾ എന്നുള്ള കാലുകൾ എന്നുള്ള അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ, ഇവയുടെ ഉപയോഗത്തിൻ്റെ അതായിട്ട് മാറ്റുക. മേ പരിബർഹണം ഹി, എൻ്റെ ആരാധന തന്നെയാണ്. അതിനെയൊക്കെ അത് ഓരോന്നും അതിൻ്റേതായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നെ ആരാധിക്കുന്നതിന് തുല്യമായിട്ട് അതിനെക്കൊണ്ട് ചെയ്യിക്കുക. ഏന വിന, യാതൊന്നുകൊണ്ടല്ലാതെ പുരുഷൻ മഹാവിമോഹാത്, മഹത്തായ അജ്ഞാനത്തിൻ്റെ ഫലമായ കൃത അന്ധപാശാത്, അന്ധകൻ്റെ പാശത്തിൽ നിന്ന്, അതായത് കാലപാശത്തിൽ നിന്ന് വിമോക്തം മോചിപ്പിക്കാൻ ന ഈശേത്, സമർത്ഥനാകയില്ല. ആര്? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. സർവഭൂതങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും സമ്മാനിക്കണമെന്ന് എല്ലാം എനിക്കായിട്ട് കരുതണമെന്ന് ഉപദേശിച്ചതിന് ശേഷം പറയുക, സർവകർമ്മങ്ങളെയും നമ്മൾ നേരത്തെ പറഞ്ഞു എന്തും ഈ കർമ്മം ചെയ്യുന്നതിന് കർമ്മവാസന ഉണ്ടാകാതിരിക്കാൻ എന്താ വേണ്ടത്? അതെല്ലാം ഈശ്വരാരാധന രൂപേണ സമർപ്പിക്കണം. അതായത് മനസ്സ്, വാക്ക്, കണ്ണ്, നോട്ടം ഒക്കെ അതുപോലെ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, സകല വ്യാപാരങ്ങളുടെയും ഉത്തമ ഫലം എൻ്റെ ആരാധനമായിരിക്കണം. എന്നെ ആരാധിക്കാൻ വേണ്ടിയായിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ, കയ്യെന്തിനാ കണ്ണെന്തിനാ കണ്ണെന്തിനാ, നിന്നെ നോക്കാത്ത കണ്ണെന്തിനാണ്, നിൻ്റെ അടുത്ത് എത്താത്ത പാദങ്ങൾ എന്തിനാണ്, നിനക്ക് കൈങ്കര്യം നിനക്ക് പൂജ ചെയ്യാത്ത കൈ എന്തിനാണ്, നിൻ്റെ വാക്കുകൾ, നിന്നെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ കേൾക്കാത്ത കാതെന്തിനാണ് എന്നിങ്ങനെ നമ്മൾ ഈ കുഞ്ഞൊരു ഭാഗത്തെ എടുത്തിട്ടാണ് നമ്മളൊരു കീർത്തനമാക്കി പാടുന്നത്. അതുപോലെ ഈശ്വരാരാധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എല്ലാം. അതായിരിക്കണം ശരിക്കും ആരാധനയായിരിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏക ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് അതാണ്. എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് സർവ്വകർമ്മങ്ങളും ആചരിക്കണം, ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട്. അങ്ങനെയാകുമ്പോൾ സിദ്ധിക്കുന്ന പ്രസാദം, അങ്ങനെ കിട്ടുന്ന പ്രസാദം കൊണ്ട് പുരുഷൻ ആത്മാവിനെ മായാമോഹത്തിൻ്റെ, അതായത് മായയാണ്, ഈ കാണുന്നതെല്ലാം മായയാണ്, അങ്ങനെയുള്ള അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഫലമായ ജനന മരണ രൂപബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോരാ. ഹരി ഓം.